സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, അതായത് രണ്ടാം കൃതി സമവാക്യം എന്ന പാഠത്തിലേക്ക് നമുക്ക് കിടക്കാം. ദി ഡെഫിനേഷൻസ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് വേറെ പേരും കൂടി അറിയപ്പെടുന്നുണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. A quadratic equation is an equation of the second degree. The standard form is, അതായത് രണ്ടാം കൃതി സമവാക്യത്തിൻ്റെ അടിസ്ഥാന രൂപമാണ് ax² + bx + c = 0. a, b, c കോൺസ്റ്റൻസ് ആയിരിക്കും. നമ്മുടെ x ആണ് അൺനോൺ വേരിയബിൾ. തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ ആദ്യത്തെ ടേം 2x², രണ്ടാമത്തെ ടേം 3x, മൂന്നാമത്തെ ടേം 4. ആദ്യത്തെ ടേമിൽ എക്സിൻ്റെ പവർ 2 ആണ്, രണ്ടാമത്തെ ടേമിൽ എക്സിൻ്റെ പവർ 1, മൂന്നാമത്തെ ടേമിൽ x⁻0. x⁻0 = 1. തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഹയസ്റ്റ് പവർ 2 ആയതുകൊണ്ട് ഈ ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് വിളിക്കപ്പെടും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോമാണ് എഴുതിയിരിക്കുന്നത് ax² + bx + c. ഇതിൻ്റെ അകത്ത് a, b, c നമുക്ക് അറിയാവുന്ന സംഖ്യകളായിരിക്കും. a ഒരിക്കലും 0 ആകരുത്. a 0 ആയാൽ അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവില്ല. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. സ്ക്വയർ പ്രോബ്ലം. ആദ്യത്തെ ചോദ്യം: When each side of a square is increased by 1 meter, the perimeter becomes 36 meters. What is the length of a side of original square? ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ചോദ്യത്തിൽ. നമുക്കറിയാം, ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്ററിൻ്റെ ഫോർമുല is equal to 4 into length of the side of the square. ഇത് ഓരോ സൈഡിനെ 4 പ്രാവശ്യം ഗുണിച്ചാലാണ് നമ്മൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണത്. നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് പെരിമീറ്റർ ഓഫ് ദ ന്യൂ സ്ക്വയർ is equal to 36 meters. അതായത് ഈ രണ്ടും ഫോർമുലയെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 4a is equal to 36. a is equal to 36 divided by 4, അതായത് 9 meters. If x + 1 be the side of the new square and x be the side of the original square, നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കണം ഈ ചോദ്യത്തിൽ. x is the side of the original square and x + 1 is the side of the new square. ന്യൂ സ്ക്വയറിൻ്റെ പെരിമീറ്ററാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗിവൻ ഇക്വേഷനിൽ എയുടെ സ്ഥലത്തെല്ലാം x + 1 എന്ന വേരിയബിൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും x + 1 is equal to 36 divided by 4 is equal to 9. അതായത് എക്സിൻ്റെ വാല്യൂ 8 മീറ്റർ എന്ന് കിട്ടും. Therefore, the length of a side of original square is 8 meters. അടുത്ത ചോദ്യം. ഇപ്പോൾ നമ്മൾ പരിഗണിച്ച ചോദ്യത്തിനകത്ത് ചുറ്റളവിൻ്റെ പകരം പരിപ്പളവാണ് വ്യത്യാസം വരുത്തുന്നതെങ്കിൽ when each side of a square is increased by 1 meter, the area becomes 36 meters. പെരിമീറ്ററിൻ്റെ പകരം ഏരിയ ആണ് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ what is the length of a side of the original square? ഒരു വശത്തിൻ്റെ നീളം എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. Area of square is equal to a square, where a is equal to side of the square. ഇപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഏരിയ ഓഫ് ദ ന്യൂ സ്ക്വയർ is equal to 36. ഈ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ a² is equal to 36, അതായത് a is equal to √36, which means a is equal to 6 meters. ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ആ സ്ക്വയറിൻ്റെ 1 മീറ്റർ ഇൻക്രീസ്ഡ് ആയ ലെങ്ത് ആണ്.
നമ്മളതിൻ്റെ ഒറിജിനൽ ലെങ്താണ് കണ്ടുപിടിക്കുന്നത്. ഇഫ് എക്സ് പ്ലസ് 1 be the side of the new square and x be the side of the original square, മേളിലിരിക്കുന്ന ഇക്വേഷൻസ് എയുടെ സ്ഥാനത്തേക്ക് എക്സ് പ്ലസ് 1 എന്ന വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് എക്സ് പ്ലസ് 1 the whole square is equal to 36. റൂട്ട് എടുക്കുമ്പോൾ എക്സ് പ്ലസ് 1 is equal to root 36. അതായത് x is equal to 5 meters. The length of the side of the original square is 5 meters. അടുത്ത ചോദ്യം. A box is to be made by cutting off squares from each corner of a square of thick paper and bending upwards. The height of the box is to be 5 cm and volume half liter. What should be the length of a side of the square sheet we start with? ഒരു ബോക്സിൻ്റെ വോളിയം തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. ഒരു സ്ക്വയർ ഷീറ്റ് പേപ്പറിന് നമ്മൾ ഇരുവശങ്ങളിലും 5 സെൻറ്റിമീറ്റർ വീതം സ്ക്വയർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡയഗ്രാമാറ്റിക് റിപ്രസെൻറ്റേഷനാണ് തന്നിരിക്കുന്നത്. ബോക്സിൻ്റെ വോളിയം ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഹാഫ് ലിറ്റർ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഹാഫ് ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 divided by 2 is equal to 500 സെൻറ്റിമീറ്റർ ക്യൂബ്. വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ 500 is equal to a into 5. നമുക്ക് ബേസ് ഏരിയ, ബോക്സിൻ്റെ ബേസ് ഏരിയ അറിയില്ല, അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. a is equal to 500 divided by 5 is equal to 100 centimeter square. ബോക്സിൻ്റെ ബേസ് ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് is equal to square root of 100 is equal to 10 സെൻറ്റിമീറ്റർ ആണ്. ആ ബോക്സിൻ്റെ സൈഡ്, ഒരു സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കേണ്ടത് ആ ഒറിജിനൽ സ്ക്വയർ ഷീറ്റിൻ്റെ സൈഡ് ലെങ്ത് ആണ്. അത് 10 + 5 + 5. ഈ 2 5 എവിടെ നിന്നാണെന്ന് വെച്ചാൽ ആ സ്ക്വയർ ഷീറ്റിന് ഇരുവശങ്ങളിലും നമ്മൾ 5 സെൻറ്റിമീറ്റർ വീതം ഓരോ സ്ക്വയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു ബോക്സ് നിർമ്മിച്ചത്. ആ 2 5 സെൻറ്റിമീറ്റർ കൂടി ആഡ് ചെയ്താലാണ് നമ്മുടെ ഒറിജിനൽ സ്ക്വയർ ഷീറ്റിൻ്റെ സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണേ. അതായത് 20 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇത് സാധാരണ രീതിയിൽ ചെയ്യാനുള്ള മെത്തേഡ്. നമ്മൾ വേറൊരു മെത്തേഡ് കൂടി നോക്കും. We can change this to algebraic form. Algebraic നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലമിന് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. If the length of the side of the original square is taken as x centimeter, ഒറിജിനൽ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് x ആയിട്ടും ആ ബോക്സിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് x - 10, ഇരുവശങ്ങളിൽ 5 സെൻറ്റിമീറ്റർ ഒരു സ്ക്വയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു ബോക്സിൻ്റെ ഒരു സൈഡ് ഉണ്ടാവുന്നത്. അത് x - 10 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. Now the volume of the box is equal to base area into height. വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം കിട്ടും. തന്നിരിക്കുന്ന വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വോളിയം is equal to 500 സെൻറ്റിമീറ്റർ ക്യൂബ്. ബേസ് ഏരിയ of the box x - 10 the whole square into height of the box 5. X - 10 the whole square is equal to 500 divided by 5 is equal to 100 is equal to 10 square. Throughout square root എടുക്കുമ്പോൾ x - 10 is equal to 10. അപ്പോൾ നമുക്ക് x is equal to 10 + 10 20 meter എന്ന് കിട്ടും. Therefore, the side of the paper x, length of the side of the original square നമ്മൾ x ആയിട്ട് എടുത്ത് side of the box is equal to
20 minus 10, x minus 10, 20 minus 10 is equal to 10 meter എന്ന് കിട്ടി. സ്ക്വയർ പ്രോബ്ലമിൻ്റെ എക്സസൈസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when each side of the square was reduced by 2 meter, the area becomes 49 meter square. What was the length of a side of the original square? എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അതിനെ നമ്മൾ വേരിയബിൾ ആയിട്ട് എടുക്കാം. ഇവിടെ നമ്മുടെ ഒറിജിനൽ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്താണ് എക്സ് ആയിട്ട് എടുക്കുന്നത്. ചോദ്യത്തിൽ പറഞ്ഞ പ്രകാരം when each side of the square was reduced by 2 meter, അതൊരു പുതിയ സ്ക്വയറായി മാറും. Then length of the side of the new square will be x minus 2. ഒരു സ്ക്വയറിൻ്റെ ഏരിയയുടെ ഫോർമുലയാണ് a square, where a is the length of the side of the square. ഇവിടെ 49 എന്ന് തന്നിരിക്കണ ന്യൂ സ്ക്വയറിൻ്റെ ഏരിയയാണ്. ന്യൂ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്താണ് എക്സ് മൈനസ് 2. ഇതിൻ്റെ ആൾജിബ്രൈക് റെപ്രസെൻറ്റേഷനാണ് എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49. 7ൻ്റെ സ്ക്വയറാണ് 49. അപ്പോൾ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 7 സ്ക്വയർ. ത്രൂ ഔട്ട് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 7, or x is equal to 7 plus 2 is equal to 9 meters. Therefore, the length of the side of the original square is 9 meters. അടുത്ത ചോദ്യം, a square ground has 2 meter wide path all around it. The total area of the ground and the path is 1225 meter square. What is the area of the ground alone? The length of the side of the ground is taken as x. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൈതാനത്തിൻ്റെ ഏരിയയാണ്. അതിന് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. ആ മൈതാനത്തിൻ്റെ ചുറ്റും 2 മീറ്റർ വീതിയുള്ള പാത ഉണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 2 പ്ലസ് 2 is taken as the length of the side of path and ground. Total area തന്നിട്ടുണ്ട് 1225. ഇവിടെ the ground and the path അത് രണ്ടും കൂടി ചേർന്നുള്ള ആണ് ഏരിയ തന്നേക്കണേ. എക്സ് പ്ലസ് 4 the whole square is equal to 1225. 1225 35യുടെ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 35 സ്ക്വയർ എന്ന് എഴുതാം. രണ്ട് വശത്തും സ്ക്വയർ റൂട്ട് എടുത്താൽ എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 35, or x is equal to 35 minus 4 is equal to 31 meter. Area of the ground, capital A is equal to 31 square. 31 square is equal to 961 meter square. അടുത്ത ചോദ്യം, the square of a term in the arithmetic sequence 2, 5, 8, etc. is 2500. What is its position? 2, 5, 8 എന്ന് പറഞ്ഞ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇതിനകത്ത് നമുക്ക് nth ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഒരു nth ടേമിൻ്റെ സ്ക്വയർ 2500. അപ്പോൾ xn ദ ഹോൾ സ്ക്വയർ ആണ് തന്നത്. xn ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2500. xn is equal to square root of 2500 is equal to 50 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് nth ടേം കിട്ടി, 50 എന്ന് കിട്ടി. അപ്പോൾ 50യുടെ ഈ സീക്വൻസിൽ
പൊസിഷൻ എത്രയാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. വി നീഡ് ടു ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ടേം xn. xnൻ്റെ ഫോർമുല ജനറൽ ഫോർമുലയാണ് xn is equal to x1 plus n minus 1 into d. xn നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു is equal to 50. x1 ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് തന്നിട്ടുണ്ട് 2. d എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 5 minus 2 is equal to 3. തന്നിരിക്കുന്ന വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 50 is equal to 2 plus n minus 1 into 3 is equal to 2 plus 3n minus 3 is equal to 3n minus 1. 3n minus 1 is equal to 50 എന്ന് കിട്ടും. 3n is equal to 51. n is equal to 51 divided by 3. 17th term എന്ന് കിട്ടും. ഈ സീക്വൻസിൽ 50യുടെ പൊസിഷൻ 17th ടേം ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. 2000 rupees was deposited in a scheme in which interest is compounded annually. After 2 years, the amount was 2,205 rupees. What is the rate of the interest? ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന amount 2,205 rupees. പ്രിൻസിപ്പൽ amount നമ്മൾ ആദ്യം നിക്ഷേപിച്ച തുക, അതാണ് പ്രിൻസിപ്പൽ amount. P is equal to 2000. കാലാവധി 2 വർഷത്തിൻ്റെ കാലാവധി പീരിയഡ് n is equal to 2. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് A is equal to P into 1 plus R by 100 the whole raised to n. ഈ ചോദ്യത്തിൽ നമ്മൾ R ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2,205 is equal to 2000 into 1 plus R by 100 the whole square. ത്രൂ ഔട്ട് 2000 ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. 1 plus R the whole square is equal to 2,205 divided by 2000. അതിനെ നമ്മൾ ഫാക്ടറൈസേഷൻ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. 5 into 21 into 21 divided by 5 into 20 into 20. 5 കോമൺ ഫാക്ടർ ആയതുകൊണ്ട് അതിനെ ക്യാൻസൽ ഔട്ട് ആവും. 2,205 divided by 2000 is written as 21 square divided by 20 square. Throughout square root എടുക്കുമ്പോൾ 1 plus R by 100 is equal to 21 by 20 എന്ന് കിട്ടും. 1 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ R by 100 is equal to 21 by 20 minus 1. റൈറ്റ് സൈഡിൻ്റെ LCM 20 ആയതുകൊണ്ട് R by 100 is equal to 21 minus 20 the whole divided by 20. R by 100 is equal to 1 by 20. R is equal to 100 divided by 20 അല്ലെങ്കിൽ 100 into 1 by 20. അതായത് R is equal to 5%. Therefore, the rate of the interest R is equal to 5%.